ഇന്ന് 2020 ലോകകപ്പിൽ ഏറെ നിർണായകമായ ഒരു മത്സരത്തിന് ഇറങ്ങുകയാണ് ഇന്ത്യ. നമ്മൾ ഒരു വലിയ കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രതീക്ഷാ ഭാരമുണ്ട്. കഴിഞ്ഞ കളിയിൽ ഇന്ത്യ ശക്തമായി തിരിച്ചു വന്നതോടെ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയതോടെ അതും സഞ്ജു സാംസന്റെ തോളിലേറി ഈ ലോകകപ്പ് സെമിയിൽ ന്യൂസിലൻഡിൻ്റെ എതിരാളികൾ ആരാവും എന്ന കാര്യത്തിൽ ഇന്ന് ഒരു വ്യക്തത വരും. ഇന്ത്യക്കാണ് കൂടുതൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. വാങ്കഡെ സ്റ്റേഡിയത്തിൽ സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇംഗ്ലണ്ട് ചെറിയ ടീമൊന്നുമല്ല, കരുത്തരായ ടീമാണ് ഇംഗ്ലണ്ട്. ഇന്ത്യയും ഇംഗ്ലണ്ടും നേർക്കുനേർ വരുമ്പോൾ മികച്ച മത്സരം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നാം റാങ്കുകാരും നിലവിലെ ജേതാക്കളുമാണ് ഇന്ത്യ. കിരീടം നിലനിർത്താനുള്ള യാത്രയിലാണ് നമ്മളുള്ളത്. 2022 ഇംഗ്ലണ്ട് ജേതാക്കളാണ് എന്ന് നമുക്കറിയാം. മത്സരം വൈകിട്ട് 7 മണി മുതലാണ്. ഇരു ടീമുകൾക്കും നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഇന്ത്യക്ക് പ്രതീക്ഷയുടെ വലിയൊരു ഭാരമുണ്ടെങ്കിൽ പോലും ഒരുപാട് വീക്ക്നെസ്സുകളുമുണ്ട്. നമ്മുടെ അഭിഷേക് ശർമ്മയുടെയൊക്കെ ഫോം വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന പശ്ചാത്തലമുണ്ട്. സഞ്ജുവിലാണ് പ്രതീക്ഷ. ഒപ്പം മറ്റ് പല പ്രധാന ബാറ്റർമാരും മികച്ച സ്കോർ കണ്ടെത്താനാവാത്തതും നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. 2024 ഇന്ത്യ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച ഒരു ചരിത്രം അതുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രാഥമിക റൗണ്ടിൽ വെസ്റ്റ് ഇൻഡീസിനോട് ഇംഗ്ലണ്ട് തോറ്റ് സൂപ്പർ 8 എല്ലാ മത്സരങ്ങളും ജയിച്ചാണ് പിന്നീട് വന്നത്. പ്രാഥമിക റൗണ്ടിൽ 4 ജയിച്ച ഇന്ത്യ സൂപ്പർ 8 ദക്ഷിണാഫ്രിക്കയോട് തോൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ പല തലത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. സഞ്ജു സാംസന്റെ തിരിച്ചുവരവ് വളരെ നിർണായകമായി. സെമി ആകുമ്പോൾ ടീമിൽ ഏതാണ്ട് സ്ഥാനം ഉറപ്പിച്ച മട്ട് തന്നെയാണ് സഞ്ജുവിനുള്ളത് എന്ന് നിർണായകമാണ്. ഏതായാലും ഫൈനലിലേക്ക് നമ്മൾ എത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അതിന് ബാക്കിയുള്ളത്. നിർണായക മത്സരത്തിന് ഹരി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, നമുക്കറിയാം ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ചെറിയ ടീമല്ല, ചെറിയ മീനല്ല, ഒന്നാന്തരം ടീമാണ്. ഒരു ഓൾറൗണ്ട് മികവുള്ള ഒരു ടീമാണ് ഇംഗ്ലണ്ട്. വ്യക്തിഗത മികവ് മാത്രമല്ല, എല്ലാ തലങ്ങളിലും മികച്ചു നിൽക്കുന്ന ഒരു ടീമാണ്. ഇന്ത്യക്ക് പ്രധാന വെല്ലുവിളിയായി ഇംഗ്ലണ്ട് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും ഒരു വലിയ മത്സരം തന്നെയാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് തമ്മിലുള്ള മത്സരം നടക്കുന്നത് വാങ്കഡെ സ്റ്റേഡിയത്തിലും കൂടിയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫൈനലിലേക്ക് എത്തുക എന്നുള്ളത് തന്നെ രണ്ട് ടീമിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ലക്ഷ്യം. പക്ഷേ ഇന്ത്യയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇംഗ്ലണ്ട് ഒരു ചെറിയ ടീമാണോ ചോദിച്ചാൽ അല്ല. ഈ ലോകത്തിലുടനീളം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നേപ്പാൾ എന്ന കുഞ്ഞൻ ടീമും ഇറ്റലി എന്ന ടീമും ഇംഗ്ലണ്ടിനെ വിറപ്പിച്ച കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലണ്ട് അതുപോലെ തന്നെ ശക്തമായി എഴുന്നേറ്റ് നിന്ന് ഈ T20 ലോകകപ്പ് കളിച്ചിട്ടുണ്ട്. 2022 സംഭവിച്ചത് ഇന്ത്യക്ക് ഒരു വലിയ ക്ഷീണമാണ്. ഇംഗ്ലണ്ടിനെതിരെ സെമി ഫൈനലിൽ പരാജയപ്പെടുക, ഇംഗ്ലണ്ട് തുടർന്ന് ആ ലോകകപ്പ് എടുക്കുക, 2024 ഇന്ത്യ ലോകകപ്പ് എടുക്കുക. അങ്ങനെ ഈ കഴിഞ്ഞ 2 ലോകകപ്പിൽ ജയിച്ച 2 ടീമുകളാണ് ഇത്തവണത്തെ സെമി ഫൈനലിൽ നേർക്കുനേർ വരുന്നത്. പ്രത്യേകതയും കൂടിയുണ്ട്. ഇംഗ്ലണ്ട് നോക്കുമ്പോഴേക്കും ജോസ് ബട്ട്ലർ എന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം ഫോം ആവാത്തത് ഇംഗ്ലണ്ട് ഒരു തലവേദനയാണ്. പക്ഷേ ഇതുപോലുള്ള നിർണായക മത്സരത്തിൽ പ്രത്യേകിച്ച് വാങ്കഡെ സ്റ്റേഡിയത്തിൽ ജോസ് ബട്ട്ലറിന്റെ ആവറേജ് ജോസ് ബട്ട്ലർ എന്ന് മാജിക് പെർഫോം ചെയ്യാവുന്നത് നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫോം ഔട്ട് ആയിട്ട് നിൽക്കുന്ന ജോസ് ബട്ട്ലറിനെ തന്നെ ഇന്ന് ഇന്ത്യ പേടിക്കണം എന്നുള്ളത് ഒരു ഐറണി ആണെങ്കിൽ പോലും അത് വാസ്തവമാണ്. ചിലപ്പോൾ ഇതുപോലത്തെ മത്സരത്തിലേക്ക് ബട്ട്ലർ അടിപൊളിയായിട്ട് കളിക്കാം. ഫിൽ സാൾട്ട് ബട്ട്ലർ എന്ന ഓപ്പണിംഗ് കോമ്പിനേഷൻ ഇംഗ്ലണ്ട് ഒരിക്കലും വർക്കായിട്ടില്ല ഈ ടൂർണമെന്റിൽ. പക്ഷെ എന്നാൽ ആ പ്രതീക്ഷയാണ് ഇംഗ്ലണ്ട് ഇറങ്ങുന്നത് തന്നെ. നേരെ മറിച്ച് ജോഫ്ര ആർച്ചർ എന്ന ബൗളർ എന്ന് പറയുന്ന ആ തീ ഉണ്ട അത് തന്നെയാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടതും ആശങ്കപ്പെടേണ്ടതും. ആദിൽ റഷീദ് എന്ന സ്പിൻ അറ്റാക്കും അതനുസരിച്ച് തന്നെ ഇംഗ്ലണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വിൽ ജാക്സൺ കഴിഞ്ഞ 4 ഇംഗ്ലണ്ട് മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച് ആയ പ്ലെയർ കൂടിയാണ് വിൽ ജാക്സൺ. അഗെയിൻസ്റ്റ് ഇറ്റലി, നേപ്പാൾ, ന്യൂസിലൻഡ്, ശ്രീലങ്ക ഈ 4 മത്സരത്തിലും വിൽ ജാക്സന്റെ ഓൾറൗണ്ട് പ്രകടനം എന്ന് ഇംഗ്ലണ്ടിനെ വിളിക്കാൻ പറ്റുമെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലെയർ വിൽ ജാക്സൺ. സാം കറിന്റെ ഒരു ഓൾറൗണ്ട് പ്രകടനം ഒന്നും കാണാൻ സാധിക്കില്ല. ബാറ്റിംഗിൽ നല്ലോണം തിളങ്ങുന്നുണ്ടെങ്കിൽ ബൗളിംഗിൽ അതനുസരിച്ച് റൺസ് കൊടുക്കുന്ന കാഴ്ചയും കാണുന്നുണ്ട്. വിൽ ജാക്സന്റെ ഒരു ഓൾറൗണ്ട് പ്രകടനം എന്ന രീതിയിൽ ഇംഗ്ലണ്ട് ഇത്തവണ കൊണ്ട് നയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ താഴ്ചയെ ഉയർച്ചയായിട്ട് നിൽക്കുന്ന ഇംഗ്ലണ്ട് സൈഡിന്റെ എതിരാളികൾ എന്ന് പറയുന്നത് വളരെ ശക്തരായ കാമായ കമ്പോസ്ഡ് ആയ 11 കൃത്യമായിട്ടൊരു കോമ്പിനേഷൻ കണ്ടുപിടിച്ച ഇന്ത്യയാണ്. അഭിഷേക് ശർമ്മയുടെ ഫോം ഔട്ട് എന്ന് പറയുമ്പോൾ പോലും അഭിഷേക് ശർമ്മ ഈ ടൂർണമെന്റിൽ ഒരു 50 അടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ അത് തുടർന്ന് കൊണ്ടുപോകാൻ അഭിഷേകിന് സാധിച്ചിട്ടില്ല. അതൊരു പ്രശ്നം തന്നെയാണ് ഇന്ത്യക്ക്. സഞ്ജു കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ലൈഫ് ടൈമിലെ ഏറ്റവും ബെസ്റ്റ് ഇന്നിങ്സ് കളിച്ചിട്ട് നിൽക്കുന്ന ഒരു മൊമെന്റത്തിൽ നിൽക്കുന്നു. അതേപോലെ തന്നെ ഇപ്പൊ തിലക് വർമ്മയും നമുക്ക് നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു പ്ലെയർ ആണ്. സൂര്യയും അതുപോലെ തന്നെയാണ്. അങ്ങനെ ഒരു ടോപ്പ് ഓർഡർ നിലവിൽ ഇപ്പൊ നോക്കുമ്പോൾ എല്ലാവരും അവരുടെ ബാറ്റിംഗ് പൊസിഷനിലേക്ക് എത്തിയപ്പോഴേക്കും ഒരു സെറ്റ് ടീമായിട്ട് നിൽക്കുന്നത് പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ശിവം ദൂബയുടെ നിർണായകമായ ബാറ്റ് കൊണ്ടുള്ള കോൺട്രിബ്യൂഷൻ കാണിക്കാൻ കഴിയില്ല. ഹാർദിക് പാണ്ഡ്യയുടെ ഓൾറൗണ്ട് കോൺട്രിബ്യൂഷൻ തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നട്ടല്. വരുൺ ചക്രവർത്തി നമുക്ക് ഇത്തവണ മാജിക് ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ പോലും ബൗളിംഗിൽ അദ്ദേഹത്തിനെ കൃത്യമായി പിക്ക് ചെയ്യുന്ന എതിരാളികൾ നമ്മൾ കാണാൻ സാധിക്കും. ഒരു ടീമല്ല, പല ടീമുകളായി വരുൺ ചക്രവർത്തി ഇങ്ങനെ റൺസ് ലീക്ക് ചെയ്യുന്നത് കാണാം. അക്സർ പട്ടേൽ ഒരു നെടുന്തൂണ് തന്നെയാണ്.
അർഷദീപും ജസ്പ്രീത് ബുംറയുമാണ് നമുക്ക് പേസ് അറ്റാക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഒരു ബാലൻസ് സൈഡ് ഉണ്ട്, പക്ഷെ ഇംഗ്ലണ്ടിന് അതുപോലെയല്ല. പക്ഷെ രഞ്ജിത്ത്, ഒരു 2 വാക്ക് കഴിഞ്ഞ ഇന്നലത്തെ നടന്ന സെമി ഫൈനലിനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. ഫിൻലാൻഡ് എന്താ അടി! 33 പന്തിൽ നിന്ന് 100 റൺസ്, T20 ലോകകപ്പിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി. അങ്ങനെ ഏകപക്ഷീയമായ മത്സരം. 42 പന്ത് ബാക്കി നിൽക്കെ ന്യൂസിലൻഡ് അനായാസമായി സൗത്ത് ആഫ്രിക്ക പോസ്റ്റ് ചെയ്ത് ടോട്ടൽ ചെയ്യുക. 1 സൈഡഡ് സെമി ഫൈനൽ മത്സരമായിട്ട് മാറുക. ടിം സൈഫർട്ടും ഫിനാലിനും കൂടെ ചേർന്ന് നടത്തിയ ആ ഒരു മത്സരത്തെ കുറിച്ച് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഇരുവരും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരങ്ങളാണ് ഈ തവണത്തെ IPL-ൽ. അവരുടെ ഹോം ഗ്രൗണ്ട് ആയ ഈഡൻ ഗാർഡൻസിലാണ് കഴിഞ്ഞ തവണത്തെ മത്സരം അവർ നടത്തിയത്. അതൊരു വലിയ സൂചന തന്നെയാണ് IPL ഫ്രാഞ്ചൈസികളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ആ മത്സരം അതിഗംഭീരമായ മത്സരം. അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യ ഒരു ഏകപക്ഷീയമായ വിജയം വേണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു നല്ല കോൺടെസ്റ്റ് ഉണ്ടാവും ഇന്ത്യ ഇംഗ്ലണ്ട് തമ്മിലുള്ള മത്സരത്തിൽ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇന്ത്യക്ക് പ്രത്യേകിച്ച് സ്ട്രോങ് സൈഡ്സ് ഉണ്ട്. ഇംഗ്ലണ്ടിന് കുറച്ച് വീക്കാണ്. പ്രത്യേകിച്ച് ഈ ഓപ്പണിംഗ് കോൺട്രിബ്യൂഷൻ അവർക്ക് വർക്കാവാത്തത് ഒരു വലിയ തലവേദനയും വെല്ലുവിളിയും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതനുസരിച്ച് അവരുടെ ബൗളിംഗ് യൂണിറ്റും വർക്കാവേണ്ടതും വളരെയധികം അനിവാര്യമാണ്. ഇപ്പൊ ജെയ്മി ഓവർട്ടണും ഒന്നും അവർക്ക് തിളങ്ങുന്നില്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ ജെയ്മി ഓവർട്ടൺ നിന്ന് തിരികെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. റെഹാൻ അഹമ്മദ് നിന്ന് പുറത്തിറങ്ങാനുള്ള സാധ്യതയും ഇംഗ്ലണ്ട് സൈഡിൽ നിന്ന് കാണുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഒരു ചേഞ്ചസും ഉണ്ടാവാൻ തൽക്കാലത്തേക്ക് ഒന്നുമില്ല. ഒരു പരിക്കും കാണുന്നില്ല. ഒന്നും തരത്തിലും മാറുന്നില്ലാത്തത് കൊണ്ട് തന്നെ ടീം കോമ്പിനേഷനിൽ മാറ്റാൻ ഒരു സാധ്യതയും ഇന്ത്യ കാണുന്നുമില്ല. നേരം വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെ കളിത്തട്ടകത്തിൽ തന്നെയാണ് മത്സരം നടക്കുന്നത്. ഒരു വലിയ മത്സരം തന്നെ പ്രതീക്ഷിച്ച് ഇറങ്ങുകയാണ് ഇന്ത്യ. ജയമല്ലാതെ മറ്റൊന്നും മുന്നിലില്ല. ഫൈനലിൽ ന്യൂസിലൻഡിനെ നേരിടുക എന്നത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ ആഗ്രഹം. അതനുസരിച്ചുള്ള സൈഡും ഇന്ത്യൻ ടീമിനുണ്ട്. ഇംഗ്ലണ്ട് നിരാശരായി മടങ്ങി പോവുകയുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. അതാണ് സാഹചര്യം. ഏതായാലും ഇന്ത്യക്ക് ഏറെ വെല്ലുവിളികളുണ്ട്. എതിരാളി ഇംഗ്ലണ്ടാണ്. മറ്റൊന്ന്, നമ്മുടെ ബാറ്റിംഗ് നിരയുമായി ബന്ധപ്പെട്ട ചില ദൗർബല്യങ്ങൾ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. അഭിഷേക് ശർമ്മയുടെ ഫോമാണ് ഏറ്റവും പ്രശ്നം. നമ്മുടെ സ്വന്തം പാളയത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ളതാണ് ആദ്യം കനത്ത വെല്ലുവിളിയായി ഉള്ളത്. സ്വന്തം പാളയത്തിലെ കുറവുകൾ തന്നെയാണ്. ബാറ്റിങ്ങിലേക്ക് നോക്കിയാൽ ടോപ്പ് ഓർഡറിലെയും മധ്യനിരയിലെയും തെളിഞ്ഞു നിൽക്കുന്ന വീക്ക് പോയിന്റുകൾ നിരവധിയാണ്. പരിശീലകൻ ഗൗതം ഗംഭീർ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള പ്രധാന സൂചനയാണ് ഓപ്പണിംഗ് ജോഡിയിൽ അഴിച്ചുപണി നടത്തി ഇഷാൻ കിഷനെ മൂന്നാമനാക്കി സഞ്ജു സാംസനെ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ക്രീസിലേക്ക് എത്തിച്ചത്. പക്ഷേ അഭിഷേക് ശർമ്മ ഫോമിൽ ല്ല. ഒപ്പം ഇഷാൻ കിഷൻ വലിയ വമ്പൻ സ്കോറുകൾ കണ്ടെത്തുന്നതിൽ പരാജയമാണ് എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. അത് ഒക്കെ പരിഹരിച്ച് നന്നായി പോയാൽ ഇന്ത്യക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുക എന്നുള്ളത് അത്ര പ്രശ്നമുള്ള കാര്യമല്ല, അത്ര വലിയ ഒരു ലക്ഷ്യവുമല്ല. പക്ഷേ അപ്പോഴും ബാറ്റിംഗ് നിര ഉയരണം. ബൗളിംഗ് നിരയുടെ പ്രതീക്ഷയും അത്തരത്തിൽ മുന്നോട്ട് പോവുകയും മറ്റും വേണം. ജസ്പ്രീത് ബുംറ നന്നായി ബോൾ എറിയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നമ്മുടെ പ്രധാന പേസർമാരൊക്കെ അത്യാവശ്യം അടിയൊക്കെ വാങ്ങിക്കൂട്ടും നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഉറപ്പായും ഇന്ത്യക്ക് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ഫൈനലിൽ ന്യൂസിലൻഡിൻ്റെ എതിരാളികളാകാം. അതായത് കിരീടത്തിലേക്ക് ഒരു പടി കൂടി കടക്കാം എന്നുള്ളത് തന്നെയാണ്. ഹരിയാണ് വിശദമായി തന്നെ വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.